ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പർദ്ദ കൊണ്ട് നമുക്ക് എങ്ങനെ പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. പഴയ പർദ്ദ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ലെങ്ത് ഉള്ള ഒരു പർദ്ദ എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം പോർഷന് ചെറിയൊരു കർവ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കർവ് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു 1/2 ഇഞ്ചസ് അല്ലെങ്കിൽ 1 ഇഞ്ചസ് നമുക്ക് എത്രയാണോ ആ ഒരു വേണ്ടാത്ത പോർഷൻ അതങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലൈൻസ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ബാൻഡിന് നമുക്കൊരു 3 ഇഞ്ചസ് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ബാൻഡ് ഓക്കെ. ഇനിയാണ് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വേസ്റ്റ് ബാൻഡിന് വേണ്ടി വരച്ച ലൈനിൽ ആ ലൈനിൻ്റെ താഴേക്ക് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 40 ഇഞ്ചസ് ലെങ്ത് ആണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബോട്ടം പോർഷനിൽ 1 ഇഞ്ചസ് അലവൻസും കൂടി ഇട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. വേസ്റ്റ് റൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേസ്റ്റ് റൗണ്ട് എത്രയാണ്, നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. /4 + 4 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 12 ഇഞ്ചസ് എന്ന് കിട്ടും. പ്ലസ് 1/2 ഇഞ്ചസ് നമുക്ക് അലവൻസും കൂടെ കൊടുത്തിട്ട് ആ 12.5 ഇഞ്ചസ് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രോച്ചാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു പോർഷനാണ് ക്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമുക്ക് 13 ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. ആ 13 ഇഞ്ചസ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഒരു ചെയറിലിരിക്കാം. അതിനുശേഷം നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷൻ മുതൽ ചെയറിൻ്റെ അത്രയും ലെങ്ത് എത്രയാണ് ആ ഒരു ലെങ്താണ് ഈ ഒരു ക്രോച്ചിന് എടുക്കുന്നത്. ഇതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് 1 ഇഞ്ചസ് ഇതുപോലെ വരച്ചിട്ട് ഇതുപോലെ കർവ് ലൈൻ വരച്ചു കൊടുക്കാം. ദെൻ ബോട്ടം പോർഷനിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബോട്ടം പോർഷൻ്റെ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചസ് ആണ്. പ്ലസ് 1 ഇഞ്ചസ് അലവൻസ് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വിഡ്ത്ത് വേണോ അതനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അലവൻസ് ഇട്ടിട്ട് വേണം നമ്മൾ സൈഡിൻ്റെ പോർഷൻ കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം ക്രോച്ചിൻ്റെ ആ പോയിൻ്റ് ഇല്ലാതെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 കാലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. രണ്ട് പാൻറ്റും ഇതുപോലെ നമുക്ക് മറിച്ചിട്ടെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ പോർഷനിലെ ആ 2 സെൻറ്റർ പോർഷനെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് സെൻറ്റർ പോർഷനിൽ നിന്ന് 2 സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ക്രോച്ചിൻ്റെ പോർഷനിൽ സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുത്തിട്ട് എന്തെങ്കിലും പീസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചില റെഡിമെയ്ഡ് പാൻറ്റിൽ നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് പിന്നെ നമുക്ക് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ചസ് നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഇലാസ്റ്റിക് കോർക്കാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ടിട്ട് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇലാസ്റ്റിക് കോർത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്യാപ്പും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കണം. -5 ഇഞ്ചസ്. ചിലർക്ക് ഒരുപാട് മെലിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ 6 ഇഞ്ചസ് ഒക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് 5 ഇഞ്ചസ് മൈനസ് ചെയ്തിട്ട് നോക്കാം. കറക്റ്റ് വലിച്ചു പിടിച്ചിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ വെച്ചിട്ട് കറക്റ്റ് ആണോ ഡൗട്ടുള്ളവരൊക്കെ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇലാസ്റ്റിക് കോർത്തതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ 2 എൻഡും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഒരു ഫിനിഷിങ് കുറവായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ പോർഷനിലെ അവിടെ നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. സെൻറ്റർ പോർഷനിലൂടെ ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് കിട്ടും. അതുപോലെ തന്നെ നല്ല ഇലാസ്റ്റിക് ഒന്നും വളയാതെയൊക്കെ ഇരിക്കാനായിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പലാസോ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഡെനിം പർദ്ദയുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഒരു സ്കേർട്ട് ആക്കി എടുക്കണം. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്കേർട്ട് ആക്കി എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 40 ഇഞ്ചസ് ലെങ്താണ് എടുത്തിരിക്കുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് 40 ഇഞ്ചസ് എടുത്തതിന് ശേഷം ഞാനൊരു 2 ഇഞ്ചസ് എക്സ്ട്രാ വെസ്റ്റ് ബാൻഡിനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മുകളിലോട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഓപ്പൺ ആണ്. ഇത് ഒരു ഡെനിം അബായാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനെല്ലാം ഓപ്പൺ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം. വേസ്റ്റിൻ്റെ പോർഷനിൽ സ്റ്റോൺ ലൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. നമുക്ക് അവിടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ട് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് ഒന്ന് മടക്കിയിട്ട് പിന്നെ 1 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് റൗണ്ടൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ എൻ്റെ വേസ്റ്റ് റൗണ്ട് ഓക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് സൈഡൊന്നും കട്ട് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യുന്നത്. വൺ ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ നമ്മളിതിൽ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ പാൻറ്റിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കണം. വേസ്റ്റ് റൗണ്ടിൽ നിന്ന് 5 ഇഞ്ചസ് ഓർ 6 ഇഞ്ചസ് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് എത്ര എടുക്കണം എന്ന് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് പുറത്ത് കൊടുക്കാം. ഈ ഒരു സ്കർട്ടും ഇതുപോലെ നമുക്ക് സെൻറ്റർ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഈ ഫൂട്ട് വെച്ചിട്ട് വലിച്ച് പിടിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്കർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.